ഓപ്പറേഷൻ സിന്ധു ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാത്തതിൻ്റെ സങ്കടം മുഴുവൻ മലയാളിയുടെ മുഖത്തുണ്ട്. മലയാളിക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു സിനിമ കാണുന്ന പോലെ ആസ്വദിക്കാനുള്ളതാണ്. മലയാളിക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത യുദ്ധത്തിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ച ഒരു പരിചയമില്ല. അതുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഈ ഹരിയാന പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മിക്കവാറും എല്ലാ വീട്ടിലും ഓരോ പട്ടാളക്കാരുണ്ട്. അവിടെ യുദ്ധം തുടങ്ങുമ്പോൾ ഓരോ വീട്ടിലും ആശങ്കകളാണ്. യുദ്ധം എത്രയും പെട്ടെന്ന് തീരണമെന്ന് ആശിക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിലെ കുടുംബങ്ങൾ ആഗ്രഹിക്കുമ്പോൾ മലയാളി ഇങ്ങനെ എല്ലാ ദിവസവും ചാനലുകളിൽ വള്ളംകളി നടത്തുന്നത് പോലെയുള്ള യുദ്ധവിവരണങ്ങൾ കേൾക്കാൻ, പത്രത്തിൽ വായിച്ച് അർമാദിക്കാൻ, യുദ്ധം തീരല്ലേ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അയ്യോ തീർന്നോ എന്നാണ് കഴിഞ്ഞ ആഴ്ച മലയാളി കൂട്ടമായി ചോദിച്ച ഒരു വ്യാക്ഷേപ ശബ്ദം. അയ്യോ തീർന്നോ. കാരണം ഇത് തീരാൻ പാടില്ലായിരുന്നു. അബ്രപ്റ്റായിട്ട് നിന്ന് പോയ പോലെ. പാകിസ്ഥാനെ മുടിപ്പിക്കണമെന്നൊന്നുമില്ല, അല്ല, എനിക്ക് എൻജോയ് ചെയ്യണം. ഇത് ഇന്ത്യ ജയിക്കണം, അതേസമയം തന്നെ നമുക്കൊരു രസം. ഇത് കണ്ടുകൊണ്ട് അവരുടെ ഡ്രോൺസ് എല്ലാം തകർത്തിട്ടു, അവരുടെ താവളങ്ങൾ, സൈനിക താവളങ്ങൾ, വിമാനത്താവളങ്ങൾ പൊട്ടിച്ചു, അവരുടെ ആണവ നിലയം നമ്മൾ തകർത്തു. പിന്നെ കിരാന ഹിൽസിൽ അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ ഭൂചലനം ഉണ്ടാക്കി. ഇതൊക്കെ അവിടെ ഭൂചലനം ഉണ്ടായി, അത് ഇന്ത്യക്കാരുണ്ടാക്കിയെന്നൊക്കെ ആണോ അല്ലയോ എന്നറിയാതെ പറഞ്ഞ് രസിക്കുന്നതിൻ്റെ ഒരു സന്തോഷം അതുണ്ടായിരുന്നു മലയാളിക്ക്. അതിനകത്തൊരു ഇന്ത്യയോടുള്ള സ്നേഹമുണ്ട്. തീർച്ചയായിട്ടും ദേശസ്നേഹമുണ്ട്. പാകിസ്ഥാനെ തകർക്കണമെന്നുണ്ട്. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ ഒരു കെടുതികൾ, യുദ്ധത്തിൻ്റെ കെടുതി മലയാളി സ്വതന്ത്ര ഇന്ത്യയിൽ മാത്രമല്ല ഒരു കാലത്തും വേണ്ട പോലെ അനുഭവിച്ചിട്ടില്ല. നമ്മൾ പണ്ട് കുളച്ചൽ യുദ്ധം എന്നും മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ പടയോട്ടം എന്നും, നല്ല ടിപ്പു വരുന്നു, കേരള മറ്റേ ആലുവയ്ക്കപ്പുറത്ത് എടുത്ത് വൈക്കം പത്മനാഭപിള്ളയും സംഘവും വെട്ടി കാല് വെട്ടി ഓടിച്ചതൊക്കെ, പിന്നെ പഴശ്ശിരാജ, ഇങ്ങനെ അതൊക്കെ നാട്ട് വഴക്കുകളാണ്. ചെറിയ ചെറിയ സംഘടനകൾ. ഇപ്പോൾ പുറക്കാട് യുദ്ധം, അമ്പലപ്പുഴ യുദ്ധം, കായംകുളം യുദ്ധം, ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു യുദ്ധങ്ങൾ ഉണ്ടായിരുന്നത് നാട്ടുരാജാക്കന്മാരുടെ കാലത്താണ്. പിന്നീട് പിന്നെ രാജാക്കന്മാർ യോജിച്ചോ വിയോജിച്ചോ ഇല്ലെങ്കിൽ അന്യോന്യം ഭാരം വെച്ചോ നടന്ന യുദ്ധങ്ങൾ വിദേശികളുമായിട്ട് വന്ന, അത് നമ്മുടെ തീരത്ത് കപ്പലിൽ വന്ന് ഈ വെടി തുടങ്ങിയത് പോർട്ടുഗീസുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഒക്കെ വന്നപ്പോഴാണല്ലോ. അത് അതിനുമുമ്പ് കുന്തവും വാളവും അമ്പുവില്ലും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ട്. അല്ല, കേരളത്തിൽ എങ്ങനെയാണ് അങ്ങനെയുള്ള വലിയൊരു യുദ്ധം നടക്കും? കാരണം കേരളം തുണ്ടായിട്ട് 44 നദികൾ കൊണ്ട് കീറിമുറിക്കപ്പെട്ട തുരുത്തുകളല്ലേ. പിന്നെ വലിയ 2 ജലാശയങ്ങൾ, പിന്നെ കൂടാതെ ശാസ്താംകോട്ട, പൂക്കോട്ടൂർ തടാകങ്ങൾ. ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും ചെറിയ ഈ തുരുത്തുകളിൽ വസിക്കുന്നവന്മാരെല്ലാം കൂടെ പോയി എങ്ങനെ യുദ്ധം ചെയ്യും? അപ്പോൾ സത്യത്തിൽ കുതിര ഓട്ടമൊന്നും നടക്കത്തില്ല, പടയോട്ടമില്ല, ആനയ്ക്ക് പോകാൻ പറ്റില്ല. അന്നത്തെ യുദ്ധ സന്നാഹങ്ങൾ ഇതല്ലേ. അപ്പോൾ ഇതിനൊന്നും സഞ്ചരിച്ച് യുദ്ധം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇല്ല കുടുംബ വഴക്കുകൾ പോലെ അപ്പുറം ഇപ്പുറവും 2 കരക്കാർ തമ്മിൽ ഉത്സവത്തിന് അടിയിടുന്നത് പോലെ, പള്ളിക്ക് പെരുന്നാളിന് സംഘടന ഉണ്ടാകുന്നത് പോലെയുള്ള ചെറിയ പൊട്ടിത്തെറികളെ നമ്മൾ മലയാളികൾ കണ്ടിട്ടുള്ളൂ. ഭീതിജനകമായ ഒരു ആധുനിക യുദ്ധത്തിൻ്റെ സാക്ഷിയാകാനോ ഇരകളാകാനോ മലയാളി ഒരിക്കലും ഇടവന്നിട്ടില്ല മലയാളിക്ക്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിനോട് മലയാളിക്കൊരു ഒരു എൻ്റർടൈൻമെൻറ്റ് വ്യൂ ആണോ ഉള്ളത്? കാരണം ചിലർ പറയുന്നത് കേരളത്തിലെ പലരുമാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതിനിപ്പോൾ പട്ടാളത്തിൽ പോയെങ്കിൽ എന്താ, പട്ടാളത്തിൽ നിന്ന് നിറയെ കാശ് കിട്ടുന്നില്ലേ, സൗജന്യമൊന്നും അല്ലല്ലോ. അത് കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചതാണ്. അതിപ്പോൾ KSEBയുടെ ലൈൻമാൻമാർ പോസ്റ്റിൽ കയറുന്നുണ്ട്, ചിലപ്പോൾ ഷോക്കടിച്ച് ഭരിക്കുന്നുണ്ട് എന്നൊക്കെ. പട്ടാളത്തിലെ സേവനത്തെയും ലഘൂകരിച്ച് താരതമ്യപ്പെടുത്തുന്ന ചില ചെറ്റ വർത്തമാനം പറയുന്ന മലയാളികളുണ്ട്. അവരുടെ ത്യാഗം, ഒരു പട്ടാളത്തിൽ ചേരാൻ തീരുമാനിക്കുന്ന ഒരാൾ അയാളുടെ ഭാര്യ വിധവയാകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. KSEB ചേരുന്ന ആൾ അങ്ങനൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെ ത്യാഗവും ആ മനോസിൻ്റെ അർപ്പണവും വിലമതിക്കേണ്ട ഒരു കാര്യമാണെന്ന് മലയാളിക്ക് തോന്നിയിട്ടില്ല. മലയാളിക്ക് ആകെ ഉണ്ടായ യുദ്ധക്കെടുതി അതിർത്തിയിൽ നിന്ന് വല്ലപ്പോഴും പെട്ടി വീട്ടിൽ വരുമ്പോൾ അത് ആ ബന്ധുക്കളെയും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് അതും ആഘോഷമാണ്. അതെ. അത് രാഷ്ട്രീയക്കാരെല്ലാം കൂടെ വിമാനത്താവളത്തിൽ പോയി സ്വീകരിച്ചു കൊണ്ടുവന്ന ഒരു ഉത്സവമാക്കി മാറ്റാറുണ്ട്. അപ്പം ഇതിനപ്പുറത്തേക്ക് യുദ്ധത്തിൻ്റെ ഒരു മാരകക്കെടുതി അത് നെഞ്ചത്തിൽ കത്തി വീണ ഒരു അഗ്നിയായിട്ട് അനുഭവിക്കേണ്ട ഒരു അവസരം മലയാളിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ യുദ്ധത്തെയും അവർ അതുപോലെ ഒരു ഹൊറർ സിനിമ കാണുന്ന ലാഘവത്തോടെയും
ആ കൗതുകത്തോടെയാണ് വീക്ഷിച്ചത്. ഉം. പക്ഷേ ഇന്ത്യ ജയിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചവരായിരുന്നു മലയാളികൾ. അതെ. അതിനെ നമ്മൾ ആ വില കുറച്ച് കാണേണ്ടതില്ല. ഉം. പക്ഷേ ആ ദേശപ്രേമത്തിൻ്റെ ഉള്ളിൽ തന്നെയും ഇത് എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അതെ, പഴയ മമ്മൂട്ടിയുടെ മറ്റേ മമ്മൂട്ടിയുടെ MTയുടെ സിനിമ സുഹൃതം അല്ലേ, സുഹൃതത്തിനകത്ത് പറയുന്നുണ്ടല്ലോ, ഓരോ മരണവും നമ്മൾ ആഘോഷിക്കുകയാണ്, എനിക്കല്ലല്ലോ ഇത് സംഭവിച്ചത്. അതെ അതെ അതെ. അത് പത്ര ഓഫീസിൽ അതെ സ്വന്തം വാർത്ത വായിക്കേണ്ടി വരുന്ന പത്രാധിപരുടെ. അപ്പോൾ അതൊരു സിനിസം ഉണ്ട് അതിനകത്ത്. അത്തരം ഒരു സിനിക്കൽ സ്വഭാവം മലയാളിക്ക് എന്നുമുണ്ട്. മലയാളിയുടെ നൈസർഗികമായ സ്വഭാവത്തിൽ ഈ സിനിസിസം ഉണ്ട്. പിന്നെ ഞങ്ങൾ കൊല്ലക്കാരെ കുറിച്ചൊരു തമാശ പറയണം. മരണ വീട്ടിൽ ഇരുന്ന് ചിരിക്കുന്നവന്മാരാണ് കൊല്ലത്തുകാർ. തമാശ പറഞ്ഞ് ചിരിക്കും. അവർ ഇതിനൊരു വേറൊരു തലത്തിലാണ് കാണുന്നത്. സത്യം ഇപ്പോൾ എല്ലായിടത്തും കൊല്ലത്തെ സ്വഭാവം എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഉണ്ടല്ലേ? പിന്നെ അത് സത്യത്തിൽ ഞാൻ പിന്നീട് ഇത് ഒരാൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയും. എൻ്റെ അടുത്ത ബന്ധു എൻ്റെ ബ്രദറിലോ മരിച്ചു. വീട്ടിൽ അടക്കം കഴിഞ്ഞു. ദേഹം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിത എരിയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ എല്ലാവരും നോർമലൈസ് ചെയ്തു. അടുത്ത ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കുന്നു ഒക്കെ ചെയ്തു. കാരണം പിന്നെ ആളുകൾ വരുന്നു, പിരിഞ്ഞു പോകുന്നൊക്കെ ആയല്ലോ. അപ്പോൾ അതുവരെ എല്ലാവരും കരയുകയും വ്യസനിച്ചിരിക്കുന്ന ആളുകളൊക്കെ വേറൊരു മോഡിലേക്ക് മാറി. അപ്പോൾ എൻ്റെ മോള് ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഉള്ളോ സങ്കടം? ഇത്രയൊക്കെ ഉള്ളൂ? അങ്ങനെയേ ഉള്ളൂ എല്ലായിടത്തും. അത് ഒരു വീട്ടിലെന്നല്ല, എല്ലാ വീടുകളിലും ഇങ്ങനെയാണ്. അങ്ങനെ അല്ലാതാവേണ്ടതില്ല. ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് വിഷമമുണ്ട്, വ്യക്തിപരമായ നഷ്ടമാണ്. നഷ്ടപ്പെട്ടു പോയ ഒരാൾ തിരിച്ചു അതിന് 2 ആഴ്ച. അതും മാത്രമല്ല, അതിനുവേണ്ടി വ്യസനിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ജീവിക്കാൻ ഇന്ന് മനുഷ്യന് കഴിയില്ല. അത് മനുഷ്യൻ ആത്യന്തികമായി എല്ലാത്തിൽ നിന്ന് ഈ പിന്നെ അതിജീവന സ്വഭാവമുണ്ട്. അതെ അതെ, അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ തമിഴന്മാരെ കുറിച്ച് പറയുകയാണല്ലോ, മരണം ആഘോഷമാക്കി മൃതദേഹം എടുത്ത് കൊട്ടിപ്പാടി പോകുന്ന അവിടെ തന്നെയാണ് അത്. പക്ഷെ ഇപ്പം മാറി വരുന്നുണ്ട്, ഉത്സവമാണ്. ഇപ്പം പലയിടത്തും മാറി വരുന്നുണ്ട്. പക്ഷേ ഈ യുദ്ധം ഉണ്ടാക്കാവുന്ന ദേശീയ നഷ്ടം, അതിനെക്കുറിച്ച് മലയാളി ബോധവാനല്ല. ഇല്ല, അത് വേണമെങ്കിൽ സംഭാവനയൊക്കെ കൊടുക്കും. ടാക്സ് ഇച്ചിരി കൂട്ടിയാലും അതിൽ പങ്കെടുക്കാതിരിക്കില്ല. യുദ്ധം കൊടുക്കാതിരിക്കാൻ പറ്റില്ല, പിടിച്ചോണ്ട് പോകുന്നല്ലേ. മലയാളി ഇത് വേറൊരു തരത്തിലാണ് ബാധിക്കുന്നത്. സാധനങ്ങളുടെ വരവ്, അതെ അതെ, ട്രാൻസ്പോർട്ടേഷൻ്റെ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന മലയാളിയാണ്. അതിന് പലതരത്തിലുള്ള ടാക്സ് വരാം. അത് പേറേണ്ടി വരുന്നത്, മെറ്റീരിയലായി പേറേണ്ടി വരും. പക്ഷെ എന്നാലും നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ പൊതുവിൽ മലയാളിക്കുള്ളിൽ ഞാൻ ഇന്ത്യക്കാരനാണ് എന്നൊരു ബോധം ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ ഇതേപ്പറ്റി സംസാരിച്ച നല്ല വിവരവും പക്വതയൊക്കെ ഉണ്ടെന്ന് കരുതുന്ന വലിയ ആളുകളായ ചിലർ പറഞ്ഞു, നമുക്ക് ഈ സമയം വളരെ അനുകൂലമാണ്. എന്തെന്നാൽ ഈ ഒക്കുപ്പൈഡ് കാശ്മീർ പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണ്. ഇത് ചരിത്രം കൊണ്ടുവന്ന അവസരമാണ്. ഇത് മോഡി സർക്കാർ ഉപയോഗിക്കുമോ ഇല്ലയോ എന്ന് ഞങ്ങളൊക്കെ സ്വാഗതം നോക്കുകയാണ് എന്ന് പറഞ്ഞവരുണ്ട്. പറയുമ്പോൾ വലിയ എളുപ്പമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു ടേബിളിൻ്റെ അപ്പുറം ഇപ്പുറം ഒരു കൺസിലിയേറ്ററി ടോക്ക് വരുമ്പോൾ ഇന്ത്യ ഒരുപക്ഷെ ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് കാശ്മീർ പ്രശ്നത്തിൽ ഒരു തീർപ്പ് വരട്ടെ എന്ന് ഒരു ഉപാധിയായിട്ട് വയ്ക്കാം. അപ്പോഴും ഞാനിന്ന് വേറൊരു സംഭാഷണത്തിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ POK നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് വലിയ അഭിമാനകരമാണ്. പക്ഷെ വേറെയുണ്ട്, POKയിൽ അവർ പ്ലാൻ ചെയ്തിരിക്കുന്ന ഇന്ത്യ വിരുദ്ധരെയാണ്. ഡെലിബറേറ്റ് ആയിട്ട് അവിടെ താമസിക്കുന്നവരെ ഇന്ത്യ വിരുദ്ധ മനോഭാവമുള്ള ആളുകളെ അവിടെ അവർ ഗ്രൂം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടോ. ഭൂമി കിട്ടുമ്പോൾ അവരെ കൂടെ കിട്ടുകയാണ്. അതെ, കിട്ടട്ടെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടുന്ന് ബോംബെയിൽ നിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് പൂനെ ഒക്കെ കുറേ ആളുകൾ അങ്ങോട്ട് പോയി താമസിക്കും. അല്ല, അപ്പോൾ ഈ ഭീകര മനോഭാവമുള്ള ഇന്ത്യ വിരുദ്ധരായ ടെററിസ്റ്റുകൾ തന്നെ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഭാഗമായിട്ട് മാറും. അത് ഞാൻ കഴിഞ്ഞ വർഷം കാശ്മീർ ശ്രീനഗറിൽ പോയിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഒരു പുതിയ ടണൽ ഉദ്ഘാടനം ചെയ്തു. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. അന്ന് അവിടെ ഒരുപാട് മഞ്ഞ് മൂടിയ പ്രദേശങ്ങൾ കമ്പി വേലി കെട്ടിയിട്ടിട്ടുണ്ട്, തിരിച്ച്. അപ്പോൾ ഞാനൊരു ലോക്കലായ ആളുമായിട്ട് സംസാരിച്ചപ്പോൾ ഇതൊക്കെ മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ആളുകൾ വാങ്ങിയിട്ടേക്കുകയാണ്. ഇവിടെ ഈ ടണലൊക്കെ തുറക്കുന്നതോടുകൂടി ഈ പാത കാർഗിൽ വരെ സ്മൂത്താകുകയും പിന്നെ തീർത്ഥാടന യാത്ര മറ്റേ കടകൾ വരാൻ പോകണം. അങ്ങനെ വരുമ്പോൾ ടൂറിസത്തിൻ്റെ സാധ്യത കണ്ടുകൊണ്ട്
വൻകിട ഹോട്ടലുകൾ. ഇനി നിങ്ങൾ വരുമ്പോൾ ഇവിടെ വലിയ ഹോട്ടൽ സമുച്ചയങ്ങളൊക്കെ ആയിരിക്കും. ഇത് നിക്ഷേപമാണ്. പഴയ ഈ 370-ാം വകുപ്പ് വരുന്നതുവരെ കാശ്മീരിന് പുറത്തുള്ളവർക്ക് കാശ്മീരിൽ വസ്തു സ്വന്തമാക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ അത് പറ്റും. അതിനെ തുടർന്ന് ആളുകൾ വാങ്ങിക്കൂട്ടിയാണ്. അപ്പോൾ സുനിൽ ഉന്നയിച്ച ആ സംശയത്തിന് ഒരു മറുപടി അതാണ്. ഇൻ കേസ് നമുക്ക് ഒക്കുപ്പൈഡ് കാശ്മീർ, അധിനിവേശ കാശ്മീർ തിരിച്ചു കിട്ടുന്നു, ഇന്ത്യയുടെ ഭാഗമാവുകയാണെങ്കിൽ അവിടെ ജനനിബിഡമാക്കും ആക്കും. പക്ഷേ അപ്പോഴും ഈ ഭീകര മനോഭാവമുള്ള ആളുകൾ ഇന്ത്യൻ പൗരന്മാരായിട്ട് മാറും. ഇന്ത്യൻ പൗരന്മാരായി. ഇവർക്ക് പാകിസ്ഥാൻ പൗരനോ ഇന്ത്യൻ പൗരനോ എന്നുള്ളത് അവർക്ക് വെൽഫെയർ, നല്ല അഡ്മിനിസ്ട്രേഷൻ, സുഖകരമായ ജീവിതം സമ്മാനിക്കുന്നവർ. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. പിന്നെ മദ്രസ വിദ്യാഭ്യാസം മാത്രം കിട്ടുന്നവരല്ലേ? അതെ, അങ്ങനെയുള്ള ആളുകളെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അവർക്ക് പൊതുവിദ്യാഭ്യാസം കിട്ടുമ്പോൾ അവർ മാറും. പിന്നെ 25 വർഷം എളുപ്പമായി. അല്ല, 25 വർഷം മതി. കാരണം ഒരു ജനറേഷൻ മാറി വരാനേ 25 വർഷം മതി. 25 വർഷം എന്ന് പറഞ്ഞാൽ 25 വർഷമാണ് നമ്മൾ സഫർ ചെയ്യേണ്ടി വരും. അല്ല, ഏതായാലും യുദ്ധത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറേണ്ടതാണ്. മലയാളിക്ക് കടലിലൂടെ ഇല്ല, മലയാളം അത്ര സേഫൊന്നുമല്ല. ഇന്ന് നമ്മൾ പറയുക അതിർത്തിയോ, എവിടെ അതിർത്തിയൊക്കെ വടക്കല്ലേന്ന് ചോദിക്കുന്ന മലയാളികളുണ്ട്. എന്തൊരു ഫൂളിഷ്നെസ് ആണ്. അതെ, ഈ 700 കിലോമീറ്റർ തീരപ്രദേശമുണ്ട്. അതെ അതെ. അപ്പോൾ മലയാളി ഏത് തരത്തിലാണ് സേഫ്? ഇന്നത്തെ ഒട്ടും സേഫ് അല്ല, ഒട്ടും. ബോംബെയിൽ വന്ന് അവർ ഭീകരാക്രമണം നടത്തിയിട്ട് പോയി. അതെ അതെ. 10 പേര് ഓടി വെള്ളത്തിൽ കയറി വന്നില്ലേ? അതെ, ഓരോ ബോട്ടിൽ കയറി വന്ന് നമുക്ക് 166 പേരെ വെടിവെച്ച് കൊണ്ടിട്ട് പോയി. അപ്പോൾ അപ്പോഴാണ് 700-750 കിലോമീറ്റർ കടൽത്തീരം ഇവിടെ കിടക്കുന്നത്. എവിടെ എന്ത് കാവല് വന്നാലും ആരും അറിയത്തില്ല. നമ്മുടെ കോസ്റ്റൽ ഗാർഡ് എന്നൊക്കെ പറയുന്നത് എത്ര ശുഷ്കം. വളരെ കോസ്റ്റൽ പോലീസ് ഇല്ല, തീരെ വളരെ ചുരുക്കം. കോസ്റ്റ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ഇവിടെയുണ്ട്, ഏഴിമലയിലുണ്ട്, പിന്നെ എവിടെയുള്ള നീണ്ടവര. അപ്പം യുദ്ധം മലയാളിക്ക് വെളിപ്പാടകലെ തന്നെ ഉണ്ട്. പിന്നെ INS വിക്രാന്ത് ഉണ്ടാക്കിയത് കൊച്ചിയിലാണല്ലോ. അപ്പം അതൊരു പിന്നെ കവചമാണ് നമുക്ക്. കവചമാണ്, ടാർഗറ്റുമാണ്. അതെ അതെ. അത് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തല്ലോ, കറാച്ചിയിൽ ടെസ്റ്റ് ചെയ്തല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.